രസമുള്ള വാർത്ത ചോദിച്ചതുകൊണ്ട് ഒരു രസമുള്ള വർത്തമാനം പറയാം. ക്രിക്കറ്റ് കളിക്കാർക്കൊക്കെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർ ഫിറ്റ്നസ് തിരിച്ചു കിട്ടുന്നത് വരെ ചികിത്സ, വിശ്രമം അതൊക്കെയായിട്ട് മാറി നിൽക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ക്രിക്കറ്റ് ബാറ്റിന് പരിക്ക് പറ്റിയാൽ നമ്മുടെ താരങ്ങൾ അത് കളയുമോ? അതെന്ത് ചെയ്യും? ബാറ്റുകളെ ചികിത്സിക്കുന്ന ബംഗളൂരുവിലെ ബാറ്റ് ഡോക്ടർ ഭണ്ഡാരി പറഞ്ഞു തരും എന്താണ് ആ ബാറ്റുകൾക്ക് സംഭവിക്കുന്നതെന്ന്. പുറത്തുനിന്ന് നോക്കിയാൽ ഇതൊരു ചെറിയ കടയാണ്. പക്ഷേ ഈ കടയിലെത്തുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. സച്ചിൻ, ധോണി, വീരേന്ദ്ര സേവാഗ്, ഗൗതം ഗംഭീർ, സൗരവ് ഗാംഗുലി. റാം ഭണ്ഡാരിയെ തേടി വരുന്നവരൊന്നും ചില്ലറക്കാരല്ല. അതിനർത്ഥം റാം ഭണ്ഡാരിയും ചില്ലറക്കാരനല്ലെന്ന് തന്നെ. ഈ കുഞ്ഞു കടയ്ക്ക് മുന്നിൽ അത്യാഡംബര കാറുകളിൽ വന്നിറങ്ങി മണിക്കൂറുകളോളം ബാറ്റിന്റെ അസുഖം മാറ്റാൻ കാത്തിരുന്നവരാണ് നേരത്തെ പറഞ്ഞവരെല്ലാം. ഇപ്പോൾ ബാറ്റുമായി എത്തുന്നത് സച്ചിന്റെ മകൻ അർജുൻ ഉൾപ്പെടെയുള്ളവർ. अभी सभी कस्टमर है हमारा सचिन का बेटा राम भंडारी. हम बोला हाँ क्या बात है? बोला अंकल मेरे को अर्जुन ने दिया नंबर, उन्हें बोले कि बेंगलोर जाएगा तो राम भंडारी अंकल से मिल के आना, बैट बनाना बोलता है. मैं बोला अर्जुन को कैसे मालूम हो गया? बोला फिर भी मेरे को उनका पापा को वजह से मालूम हो गया रहेगा ऐसा बोला. ഒരു കാലത്തെ സച്ചിൻ ആരാധകരുടെ വലിയ ആശങ്കയായിരുന്നു അദ്ദേഹത്തിന്റെ ടെന്നീസ് എൽബോ അസുഖം. അത് മാറാൻ ബാറ്റിന്റെ ഭാരവും ഉയരവും ഒക്കെ പുനഃക്രമീകരിച്ചു കൊടുത്തത് ഇദ്ദേഹമാണ്. ഇംഗ്ലീഷ് പില്ലോ ബാറ്റുകൾ എങ്ങനെ കളിക്കാരന്റെ ഉയരത്തിനും ഭാരത്തിനുമനുസരിച്ച് ചെത്തി മിനുക്കാമെന്ന് ഭണ്ഡാരിയോളം അറിവുള്ളവർ വേറെയില്ല. अमेरिका से भेजते हैं और इंग्लैंड से भेजते हैं बैट, तो क्या है पता नहीं मेरे को. सबका पास है कॉन्टैक्ट है, सबका पास फोन नंबर है, कॉन्टैक्ट है, पूरा फ़ोन करते हैं, कभी कभी मिलते हैं, बात करता हूँ. 10ാം ക്ലാസ് തോറ്റപ്പോൾ ബീഹാറിൽ നിന്ന് വണ്ടി കയറിയതാണ് ഭണ്ഡാരി ബംഗളൂരുവിലേക്ക്. മരപ്പണിക്കാരനായിരുന്ന അച്ഛനിൽ നിന്ന് കണ്ടുപഠിച്ചതും ഭണ്ഡാരിയുടെ ക്രിക്കറ്റ് കമ്പവും ചേർന്നപ്പോൾ റാം ഭണ്ഡാരി ബാറ്റ് ഡോക്ടറായി മാറി. ഭണ്ഡാരിക്ക് വിശ്രമമേയില്ല. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ വഴിയെത്തിയ 1/2 ഡസൻ ബാറ്റുകൾ പരിശോധിച്ച് പാകപ്പെടുത്തുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ നദീറ ഇൻ റിപ്പോർട്ടർ ബംഗളൂരു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഞായറാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങി ക്രിക്കറ്റൊക്കെ കളിക്കണം. ജോലിയൊക്കെ ആയി എന്ന് വെച്ചിട്ട് വൈകുന്നേരം എല്ലാവരും കൂടി ഒത്തുചേർന്ന് എന്തെങ്കിലും കളിക്കാനൊക്കെ പുറത്തേക്കൊക്കെ പോകുന്നത് നല്ലതാണ്. നല്ലൊരു വ്യായാമവും ആകും. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വർത്താനം പറഞ്ഞ് അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങളുടെ ടീം ക്രിക്കറ്റ് കളിക്കാൻ പോയി. വിനായകനായിരുന്നു ബൗളിംഗ്. എന്തായാലും ഞങ്ങൾ തോറ്റു, സെമിഫൈനൽ വരെയൊക്കെ എത്തി. പക്ഷേ ഞങ്ങൾ അന്തസ്സായി തോറ്റു. പക്ഷേ അടുത്ത തവണ ഞങ്ങൾ ജയിക്കും കേട്ടോ. അപ്പോൾ